ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലിനെ പറ്റിയാണ്. തൊഴിൽ നമുക്ക് പണ്ട് വളരെ വിരലെണ്ണാവുന്ന തൊഴിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ആയിരക്കണക്കിന് ഡിഫറെൻ്റായിട്ട് തൊഴിലുകളുണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്, പലതുമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഗ്രഹരാജാവായ രവി അല്ലെങ്കിൽ സൂര്യൻ്റെ സ്വാധീനം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂര്യനാണ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമുക്ക് വെളിച്ചവും എല്ലാം തരുന്നതും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതൊക്കെ സൂര്യനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ സൂര്യന് നമുക്ക് തൊഴിലിൽ ഒരുപാട് സ്വാധീനങ്ങൾ ചെലുത്താൻ കഴിയും. ഒരു ജാതകം കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ്റെ നില വെച്ചിട്ട്, സൂര്യൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശമൊക്കെ ഈ ജാതകൻ ഏതെല്ലാം രൂപത്തിൽ എങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അവരവരുടെ ജാതകം നോക്കിയിട്ട് സൂര്യൻ്റെ പൊസിഷൻ നോക്കി കുറച്ചൊക്കെ മനസ്സിലാക്കാനും കഴിയും. അതിന് ഒരുപാട് ജ്യോതിഷം പഠിക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ച് പ്രാഥമികമായി പഠിച്ചാലും ഇത് സാധിക്കും. അപ്പോൾ സൂര്യനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്തെല്ലാം സൂര്യനെ പറ്റി ഓർമ്മിച്ചിരിക്കണമെന്നുള്ളതാണ് പറയുന്നത്. സ്വന്തം വെളിച്ചവും ഊർജ്ജവും കൊണ്ട് ജീവൻ പ്രദാനം ചെയ്യാനും നിലനിർത്തുകയും ചെയ്യുന്ന സൂര്യൻ അഥവാ ആദിത്യൻ. ആദിത്യനെ കശ്യപൻ എന്ന് പറയും. പുരാണങ്ങൾ കശ്യപൻ്റെ മൂത്ത മകനായിട്ടാണ് പുരാണങ്ങൾ പറയുന്ന ആദിത്യനെ പറ്റി. ഇരുട്ടിനെ അകറ്റി വെളിച്ചവും നിറങ്ങളും പ്രദാനം ചെയ്യുന്ന ദിവാകരൻ അഥവാ പകലിൻ്റെ ദൈവം ആണ് ദിവാകരൻ എന്ന് പറയുന്നത്. മനുഷ്യന് ആവശ്യമായ ബുദ്ധിയും പ്രദാനം ചെയ്യുകയും തിന്മകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നന്മ കൊണ്ടുവരികയും തിന്മകളെ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ് സൂര്യൻ. ആചാര്യന്മാർ രവിയെ സങ്കല്പിച്ചിരിക്കുന്നത് ലോകനാഥനായിട്ടാണ്. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായും ഭൂമിയിലെ കൊടുങ്കാറ്റും പ്രളയവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നവനുമായിട്ടാണ്. ആത്മാവ്, പിതാവ്, ശരീരസുഖം, പ്രതാപം, ഗവൺമെൻറ്, വീര്യം, അധികാരം, സ്വർണം, ചെമ്പ്, അഗ്നി, ഗോതമ്പ് തുടങ്ങിയവയുടെ കാരകനായി സൂര്യനെയാണ് ആചാര്യൻ സങ്കല്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സൂര്യൻ്റെ തൊഴിൽ ഭാഗത്തേക്ക് കടക്കാം. സൂര്യൻ അല്ലെങ്കിൽ രവി അധികാരത്തെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. അധികാരമുള്ള ആളെന്നാണ്. ജാതകത്തിൽ രവിക്ക് സ്വാധീനമുണ്ടെങ്കിൽ, രവി എങ്ങനെ സ്വാധീനം മനസ്സിലാക്കാൻ പറ്റും? മേടമാസത്തിലോ ചിങ്ങമാസത്തിലോ ധനുമാസത്തിലോ ജനിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് രവി പവർഫുള്ളാണ്, രവിക്ക് ബലമുണ്ട്. 10ാം ഭാവത്തിലോ ഏറ്റവും ബലവാനായ ഗ്രഹമായോ നിന്നാൽ അവർ അധികാരം, അഭിമാനം, നേതൃത്വം എന്നിവ ആഗ്രഹിക്കുന്നവരും അവ നേടാൻ പ്രയത്നിക്കുന്നവരാകും. ഇവർക്ക് ഇതിലൊക്കെ ബലമുണ്ടെങ്കിൽ ഒരു അധികാരം, വലിയ ഹയർ ജോബിന് വേണ്ടി ആദ്യമേ ട്രൈ ചെയ്യുന്നവരാകും. കൊച്ചിലെ തന്നെ അവർക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടാകും. ഐ വാണ്ടഡ് ടു ബി ദ ബിഗസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പം അവർക്കുണ്ടാകും. അവർ കൊച്ചിലെ തന്നെ അവർ ആ ഒരു രീതിയിൽ മൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ശുഭനും ബലവാനുമായ രവിയാണെങ്കിൽ ഇവർ ധൈര്യം, പാരമ്പര്യങ്ങളെ മാനിക്കുന്നവരാകും. ദൈവഭക്തി ഉണ്ടാവും, ലക്ഷ്യബോധം ഉണ്ടാവും, നല്ല പ്രവർത്തികൾ, മനുഷ്യസ്നേഹം, നിയമം അനുസരിക്കുന്നവർ, രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് വെച്ച് നല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടാകും, മാനസികമായ കഴിവുണ്ടാകും, കഠിന പ്രയത്നം ഇതൊക്കെ ഉണ്ടാകും. മറിച്ച് രവിക്ക് പാപയോഗം, രവിയുടെ കൂടെ ശനിയോ രാഹുവോ കേതുവോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ പാപയോഗം എന്ന് പറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ അഹങ്കാരികളും ദുരഭിമാനികളുമാകും. എന്ന് വെച്ചാൽ കഴിവില്ലാതെ കഴിവുണ്ടെന്ന് കാണിക്കുന്നവരാകും. അതാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് സൂര്യൻ്റെ ഇതിനകത്ത് താഴെ കാരകങ്ങൾ കൊണ്ട് വരാവുന്ന തൊഴിൽ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രവിയുടെ ജാതി, സൂര്യൻ്റെ ജാതി ക്ഷത്രിയനാണ്. അപ്പോൾ ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ ഭൂതം എന്ന് പറയുമ്പോൾ പഞ്ചഭൂതങ്ങളിലെ രവി റെപ്രസെൻ്റ് ചെയ്യുന്നത് അഗ്നിയാണ്. ഇത് കാണിക്കുന്നത് സാഹസികതയും പ്രതാപത്തെയുമാണ് കാണിക്കുന്നത്. അന്തസ്സും ഇതൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ ഇതിൻ്റെ ക്ഷത്രിയനും അഗ്നിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. ചൂട് വരുമ്പോൾ കാണിക്കും സർക്കാർ ബന്ധത്തെ കാണിക്കും. ആരുടെയും കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാകും. അന്തസ്സൊക്കെ കൂടാം. അന്തസ്സ് ആവശ്യത്യം കൊടുക്കഴിയാൽ പിന്നെ ആരെയും കീഴിൽ ഓർഡർ എടുക്കാനൊന്നും വരുന്നിക്കില്ല. അവർക്ക് സ്വയമായിട്ട് ഒന്നിൽ സർക്കാർ ഓഫീസിൽ ഹയർ പോസ്റ്റ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് വരും. ഇതൊന്നും അല്ലെങ്കിൽ അവൻ ബിസിനസ്മാനാകും. അപ്പോൾ അല്ലെങ്കിൽ ഓഫീസ് കമ്പനികൾ ഉയർന്ന മാനേജർ തസ്തികകൾ കാണാൻ പറ്റും. കാലപുരുഷൻ്റെ 5ാം രാശിയായ ചിങ്ങമാണ്. ചിങ്ങം 5ാം രാശിയാണ്. അതിൽ വരുമ്പം രവി വനപാലകരാകാം. ചിങ്ങം കൊണ്ട് നമുക്ക് വനമാണ് പറയുന്നത്. സിംഹമുള്ളത് വനത്തിലാണല്ലോ. വനപാലകനാകാം, കൃഷിക്കാരനാകാം, കച്ചവടക്കാരൻ, ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്നവനാകാം, പാട്ടുകാർ, അഭിനേതാക്കൾ, ക്രിമിനൽ അഡ്വക്കേറ്റ്സ്, ഇതൊക്കെ ഈ സംഭവത്തിൽ വരുന്നതാണ്. ജ്വല്ലറി, ഗോൾഡ് ജ്വല്ലറി ഓണർ, സർജൻ,
ആയുധമായി ബന്ധപ്പെട്ട ഹയർ തൊഴിലാണ് സർജൻ എന്നൊക്കെ പറയുന്നത്. അതേപോലത്തെ സംഗതികൾ, ഫർണിച്ചർ, ഓഹരി വിപണി, ആഡിറ്റേഴ്സ്, ഡിപ്ലോമാറ്റ്സ്, നയതന്ത്ര പ്രതിനിധികൾ. ഒരു 5ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്ന മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്, ബുദ്ധി കൊണ്ട്. അപ്പോൾ നയതന്ത്ര പ്രതിനിധികളുണ്ടാകാം. ഉച്ചനായ രവിയുടെ മാത്രം ഒരു എക്സാമ്പിളുള്ള നമ്മുടെ മുകേഷ് അംബാനി ഇന്ന് വേൾഡിലെ ലോകത്തിലെ എണ്ണപ്പെട്ട പണക്കാരിൽ ഒരാളായ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ബിസിനസ്സുകാരനായ മുകേഷ് അംബാനി, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ജനിച്ച മേടമാസത്തിലാണ്. അയാളുടെ സ്വകാര്യ മേഖല ഏറ്റവും ഉടമസ്ഥൻ, ലോകത്ത് വലിയ കോടീശ്വരൻ ഒരാൾ മാറിയത് അയാൾ പല ഘടകങ്ങളിൽ ഒന്ന് സൂര്യൻ നിൽക്കുന്നത് മേടത്തിലാണ്. അല്ലെങ്കിൽ മേടമാസം ജനിച്ച ആളാണ് അയാൾ. അതിൻ്റെ പല ഘടകങ്ങളിലൊന്നാണ് ഞാനീ പറയുന്നത്. അത് രവിയുടെ സ്വാധീനം മൂലം ലഭിക്കുന്ന സ്പെഷ്യലൈസ്ഡ് മേഖലയുണ്ട്. എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പണ്ട് ഒറ്റ ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്ര ഡോക്ടറാണ്? ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോ സ്പെഷ്യലൈസേഷനായി. ചെവിക്കൊരാളായി, മുടിക്കൊരാളായി, ത്വക്കിനായി, മൂക്കിനായി, എല്ലാത്തിനും അങ്ങനെ വന്ന് ഒരുപാട് സ്പെഷ്യലൈസേഷൻ വന്നു. അപ്പോൾ സ്പെഷ്യലൈസേഷൻ വരുമ്പോൾ എന്നാണ് വരുന്നത്. ഡോക്ടർ എന്നുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, രവിയുടെ സ്ട്രോങ് ആണെങ്കിൽ രവിയുടെ സ്വാധീനം മൂലം വരാവുന്ന സ്പെഷ്യലൈസ്ഡ് ജോബ്സാണ് ഞാൻ പറയുന്നത്. അപ്പം കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, ഫാഷൻ ടെക്നോളജി, റബ്ബർ ടെക്നോളജി, ബോട്ടണി, ജനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ്, പ്ലാന്റ് ആൻഡ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയാം. എൻവയോൺമെൻറ്റൽ സയൻസ്, അറ്റ്മോസ്ഫിയറിക് ക്ലൈമറ്റ് റിസർച്ച് എന്നൊരു സംഭവമാണ് അത്. ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയവും സാമൂഹിക സേവനവും രവിയുടെ വകുപ്പിൽ വരുന്ന പ്രധാന സംഗതികളാണ്. രാഷ്ട്രീയമുണ്ട്, സാമൂഹിക സേവനം. നമുക്ക് മിനിസ്റ്റേഴ്സൊക്കെ വരുന്നതൊക്കെ മന്ത്രിമാർ, പ്രമുഖമായ രാഷ്ട്രീയ പ്രവർത്തകർ, അതിൽ ഈ സാമൂഹിക പ്രവർത്തകരൊക്കെ ഇവരുടെ ഇതിൽ വരും. മനേകാ ഗാന്ധി നമ്മുടെ പഴയ മന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരുമകൾ. മനേകാ ഗാന്ധിയുടെ ജീവിതത്തിൽ ഏറ്റവും ബലമുള്ള ഗ്രഹം ചിങ്ങത്തിൽ, അവർ ചിങ്ങമാസത്തിലാണ് ജനിച്ചത്. അതിൽ രവിയുടെ പ്രാധാന്യം വളരെ അധികമായിരുന്നു. കൂടാതെ രവിക്കല് പാപയോഗമുണ്ട്. രവിയുടെ കൂടെ ശുഭ നക്ഷത്രങ്ങൾ, പാപനക്ഷത്രങ്ങൾ കൂടെ, പാപഗ്രഹവും കൂടെ ഉള്ളതുകൊണ്ട് ആണ് കേന്ദ്ര മന്ത്രിസ്ഥാനമൊക്കെ നിലനിർത്താൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇവർക്ക് ചിങ്ങം ചതുഷ്പാദ രാശിയാണ്, സിംഹത്തിൻ്റെ രാശിയാണ് ചിങ്ങം. ആ ചിങ്ങത്തിലാണ് രവി നിൽക്കുന്നത്. ആ സ്വാധീനമുള്ളതുകൊണ്ടാണ് ഇവർ ജന്തുസ്നേഹിയായി മാറിയത്. അനിമൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമ്മുടെ നായ്ക്കളെയൊക്കെ കൊല്ലാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ റൂൾ ഇറക്കിയ ഇവരുടെ സമയത്താണ്. അപ്പോൾ ജന്തുസ്നേഹി അതുകൊണ്ടാണ്. കൂടാതെ ആനിമൽ വെൽഫെയർ, ഓൾഡ് ഏജ്, സോഷ്യൽ ആൻഡ് ഇൻകം സെക്യൂരിറ്റി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ മന്ത്രിയുടെ സമയത്താണ് ആനിമൽ വെൽഫെയർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായത്. ഓൾഡ് ഏജ് ആൻഡ് സോഷ്യൽ ഇൻകം സെക്യൂരിറ്റീസ് ഇതൊക്കെ ഇവരുടെ മന്ത്രിയുടെ സമയത്ത് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അത് ഞാൻ പറയും, സാമൂഹിക പ്രവർത്തനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനേകാ ഗാന്ധി കേന്ദ്രമന്ത്രിയുടെ കാലത്താണ്. അതിനാൽ ഈ കലിയുഗത്തിൽ പ്രത്യക്ഷനായ ദൈവമയായ സൂര്യനെ ആരാധിക്കുകയും ഗായത്രി മന്ത്രം ജപിച്ച് സൂര്യനെ തൃപ്തിപ്പെടുത്താനും ശ്രമിക്കുക, കാരുണ്യ പ്രവർത്തനങ്ങൾ മാക്സിമം ചെയ്യുക. ഇതൊക്കെ നമുക്ക് സൂര്യൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതൊക്കെ ആവശ്യമാണ്. മറ്റ് പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രത്നപരമായിട്ട് പറയുകയാണെങ്കിൽ റൂബി ധരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് സഫയർ, റൂബിക്ക് പകരം ധരിക്കുന്ന ഏറ്റവും നല്ല പിങ്ക് സഫയറാണ്. പിന്നെ ഇത് വില കൂടിയ സാധനമാണ്. പിന്നെ വില കുറഞ്ഞ സാധനം എന്ന് വെച്ചാൽ എൻ്റെ സെമി പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ സ്പിനൽ രത്നം, സ്പിനൽ എന്ന് പറയും, അത് നല്ല സംഭവമാണ്, ധരിക്കുക. കൂടാതെ ബ്ലൈൻഡായ ആൾക്കാരെ, അന്ധരെ സഹായിക്കുക എന്നാണ് വേറൊരു കാര്യം പറയുന്നത്. പിന്നീട് നമ്മൾ ഗായത്രി മന്ത്രം തുടങ്ങിയതൊക്കെ പിന്നെ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ മുടങ്ങാതെ പോവുക. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് സൂര്യനെ പരമാവധി സൂര്യനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലത് വരും. ഞാൻ ഏകദേശം രൂപമാണ് പറഞ്ഞത്. വീണ്ടും ഒരു വീഡിയോയും കൂടെ ഞാൻ സൂര്യനെ പറ്റി ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.